ഇത് നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് സ്ക്രീൻസ് വാങ്ങിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. അവർ അഡിക്റ്റഡ് ആണോ എന്ന് വരെ നമ്മൾ സംശയിച്ചു തുടങ്ങും. എങ്ങനെയാണ് നമ്മൾ ഇത് ടാക്കിൾ ചെയ്യേണ്ടത്? ആദ്യം കണക്ക് വെക്കുക. നമ്മളുടെ കുട്ടികൾക്ക് എത്ര സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് ഒരു സാധാരണ ഒരു ദിവസം നമ്മൾ കണക്ക് വെക്കുക. എത്ര മണിക്കൂറുകൾ സ്ക്രീൻ ടൈം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇത് കൂടുതലാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ നമ്മളെയാണ് കണ്ടുപഠിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻസ് നമ്മൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ അതനുസരിച്ച് കുട്ടികൾക്കും അതിന്റെ പ്രാധാന്യം കൂടുതലായിട്ട് തോന്നും. നമ്മൾ നമ്മളെ നിയന്ത്രിക്കുക. അതനുസരിച്ച് കുട്ടികളുടെ ഹാബിറ്റ്സും നമ്മൾക്ക് നിയന്ത്രിച്ച് തുടങ്ങാം. അടുത്തത് നമ്മൾ അവർക്ക് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കണം. നമ്മൾ അവരുടെ സ്ക്രീൻസ് എടുത്തു മാറ്റുമ്പോൾ ആ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അവരോട് കൂടി സംസാരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് എന്താന്ന് കണ്ടുപിടിച്ച് അത് എൻകറേജ് ചെയ്യുക. ചിലപ്പോൾ കലയായിരിക്കും, ചിലപ്പോൾ എഴുത്തായിരിക്കും, വായനയായിരിക്കും, ചിലപ്പോൾ വെറുതെ കഥ പറഞ്ഞിരിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. പക്ഷെ അത് എല്ലാം നമ്മൾ അവരുടെ കൂടെ ചെലവാക്കേണ്ട സമയമാണ്. വെറുതെ സ്ക്രീൻ മാറ്റിയാൽ പോരാ, നമ്മൾ അവരെ എൻഗേജ് ചെയ്യണം. ഇതെല്ലാം ചെയ്തിട്ടും സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രിഷ്യനെയോ അഥവാ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്ത് മുന്നോട്ട് എന്ത് നീക്കങ്ങളാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടി വരും.